മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ചെറുനാരങ്ങ കൊണ്ട് വെളുത്ത അച്ചാറാണ്. ഇതിൽ മുളക് പൊടി ചേർക്കാതെ നമ്മൾ വൈറ്റ് കളറിലുള്ള അച്ചാറാണ് തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ നന്നായിട്ട് പഴുത്ത ചെറുനാരങ്ങ വേണം. പച്ച ചെറുനാരങ്ങ പറ്റില്ല. ഇതുപോലെ മഞ്ഞ കളറ് വേണം ഈ അച്ചാറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ചെറുനാരങ്ങ നന്നായിട്ട് കഴുകി നല്ല വൃത്തിയുള്ള ഉണങ്ങിയ തുണിയിൽ തുടച്ചെടുത്തതാണിത്. ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കാം. ഈ 2 പീസാക്കിയിട്ട് മൊത്തം 8 പീസാണ് ഞാൻ ഈ ചെറുനാരങ്ങ മുറിച്ചെടുക്കുന്നത്. ഇനി 2 പീസാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് മുളക് പൊടി ഇതിൽ ചേർക്കണില്ല, പച്ചമുളകാണ്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഉപ്പും ആ മുളകിൻ്റെ എരിവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 8 പീസാക്കിയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തത്. എല്ലാം ഞാനിതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. 12 ചെറുനാരങ്ങയാണ് എനിക്ക് 1/2 കിലോ കിട്ടിയത്. ആ ചെറുനാരങ്ങയുടെ അളവിനാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇതുപോലെ എല്ലാം മുറിച്ചെടുത്തു. ഇനി വേണ്ടത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചെറുനാരങ്ങയുടെ പുളിക്കനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ 3 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള ചെറുനാരങ്ങ തന്നെയാണ് ഇത്. നല്ല പഴുത്തതാകുമ്പോൾ നമുക്ക് നല്ല പുളിയുള്ള നാരങ്ങയിട്ട് കിട്ടും. 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത ശേഷം നന്നായി നമുക്കത് സ്പൂണ് വെച്ചിട്ട് ഇളക്കി എല്ലായിടത്തും ഉപ്പാവുന്ന വിധത്തിൽ ഇളക്കിയിട്ട് നമുക്കത് അടച്ച് ഒരു അരമണിക്കൂർ നേരം വെക്കണം. അതിൻ്റെ ശേഷമാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ഇത്രയും മതി. ഇനി ഇത് അവിടെ ഇരിക്കട്ടെ, അടച്ച് വയ്ക്കാം. പിന്നെ ഏകദേശം ഒരു 100 ഗ്രാം നേരെയൊക്കെ വെളുത്തുള്ളി ഉണ്ട്. ഇതുപോലത്തെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10-15 പച്ചമുളക്. അത് എരിവിനനുസരിച്ച് എടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. പച്ചമുളക് ഇതുപോലെ കുഞ്ഞാക്കി അരിഞ്ഞെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെ നീളത്തിൽ. പിന്നെ വേണ്ടത് 2 തണ്ട് കറിവേപ്പിലയാണ്. അതും നമ്മളെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. ഇനി വെളിച്ചെണ്ണയിലാണ് ഞാനിത് തയ്യാറാക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായ ശേഷം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് പൊട്ടി കിട്ടും. 1.5 ടീസ്പൂൺ കടുക് ചേർത്തു. അതിൻ്റെ ശേഷം ഒരു 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്തു. ഉലുവയും ഇതുപോലെ ഒന്ന് മൂത്ത് കിട്ടണം. അതിൻ്റെ ശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ ചേരുവകളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചിക്ക് കുറച്ച് മൂപ്പ് കൂടുതലുണ്ട്. 2-3 മിനിറ്റ് വഴറ്റിയ ശേഷം നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഒരേ സമയത്ത് തന്നെ ചേർത്ത് വാട്ടിയെടുക്കുക. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനുള്ള സമയമാണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കൂടുതൽ ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇതിൻ്റെ പച്ച ടേസ്റ്റ് മാറിയിട്ട് ഒന്ന് വാടി കിട്ടിയാൽ മതി. കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കളറൊന്ന് മാറിയിട്ട് നമുക്കതൊന്ന് വാടി കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെറുനാരങ്ങയിലേക്കുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകിലേക്കൊക്കെ വേണ്ട ഉപ്പും കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഏകദേശം ഇപ്പോൾ ഇതുപോലെ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്കിത് കിട്ടുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മതിയാവും. മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം അതിൻ്റെയും കൂടി ഒന്ന് പച്ചമണം മാറിക്കിട്ടണം. അതിന് ശേഷമാണ് നമ്മൾ ചെറുനാരങ്ങയിൽ ഉപ്പ് പുരട്ടി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ആ വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കണം. ചെറുനാരങ്ങയിൽ ഏത് പുളിയുള്ള നാരങ്ങയാണെങ്കിലും നമ്മളതിൽ ഉപ്പ് ചേർത്താൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടും. കൂടുതൽ വേറെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല.
വെള്ളത്തോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒരു ചെറു തീയിൽ വെച്ചാൽ മതി, കൂടുതൽ വെക്കണ്ട. ഈ സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും കൂടി മതിയാവും. ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഏകദേശം ഇപ്പോൾ അതൊന്ന് എല്ലാതും ഇതിൽ ചെറുനാരങ്ങയിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്കിത് അടച്ച് വെക്കണം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമൊന്നും കുറച്ച് വെക്കണം. ഇതിലത്തെ വെള്ളവും ഉപ്പും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഈ നാരങ്ങയ്ക്ക് വേണ്ട വെള്ളം, അച്ചാറിന് വേണ്ട വെള്ളം ഇതിൽ തന്നെ കിട്ടും. വെള്ളം ഒട്ടും ഒഴിച്ചു കൊടുക്കണ്ട. വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് പൂത്ത് പോവും, പൂപ്പൽ വരും. അതുകൊണ്ട് വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കണം. വീണ്ടും അടച്ചു കൊടുത്തു. ഏകദേശം ഒരു 6-7 മിനിറ്റ് നമുക്കിത് വെന്ത് കിട്ടണം. 2 പ്രാവശ്യമായിട്ട് ഞാൻ അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം 1 ടീസ്പൂൺ വിനിഗറാണ്. ഇത് കണ്ടില്ലേ, ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ചെറുനാരങ്ങ വാടിയിട്ടും കിട്ടിയിട്ടുണ്ട്. എൻ്റെ തൊലിയൊക്കെ ഒന്ന് കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടും. വിനിഗർ ചേർക്കാം. കറക്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. വിനിഗർ ചേർത്ത ശേഷം നമുക്കിതിലേക്ക് പിന്നെ ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇതിൽ മധുരം കൂടി നിൽക്കില്ല. ഈ ചെറുനാരങ്ങയുടെ കയ്പും പുളിയും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ പഞ്ചസാര എന്തായാലും ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് ഇളക്കിയ ശേഷം അതിലേക്ക് അലിഞ്ഞ് കിട്ടണമല്ലോ, അതുകൊണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക ചൂടിൽ തന്നെ. ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വയ്ക്കാം. വെളുത്ത നാരങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഇതുപോലത്തെ പാത്രത്തിലാണ് അടച്ച് വെക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ നമുക്കിത് മാറ്റേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നല്ല ഗ്ലാസിൻ്റെ ബോട്ടിലാക്കിയിട്ട് വെക്കണം. വെള്ളവും അതുപോലെ തന്നെ ഉപ്പും എരിവും എല്ലാം ഇതുപോലെ പാകമാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ വെളുത്ത നാരങ്ങയുടെ അച്ചാർ എല്ലാവരും തയ്യാറാക്കി നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം.